ധന്യമീ ജീവിതം പതിവായിട്ട് കേൾക്കുന്ന ശ്രോതാക്കളോട് നന്ദി പറയുക. ഇന്ന് സൗന്ദര്യം എന്നൊരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ദാനത്തിനുള്ള പ്രാധാന്യം കൂടി ചേർത്ത് ചിന്തിക്കണം. ശ്രീബുദ്ധനോട് പലരും പല ചോദ്യവും ചോദിച്ചു. അതിലൊരു ചോദ്യമാണ് സൗന്ദര്യം വർദ്ധിക്കാൻ എന്തു ചെയ്യണം എന്ന്. പുരാണത്തിൽ ധാരാളം കഥകളുണ്ട് സൗന്ദര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് വർദ്ധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ബുദ്ധൻ പറഞ്ഞത് പ്രകൃതിയുമായിട്ട് ചേരുക. പ്രകൃതി എല്ലാം കൊടുത്തുകൊണ്ടേയിരിക്കും. വൃക്ഷങ്ങൾ നമുക്കെല്ലാം തരുന്നു, ഒക്കെ നമുക്ക് ഇങ്ങോട്ട് തരുന്നു. എല്ലാം തരുന്നത് കൊണ്ടാണ് തരുക്കൾ എന്ന് വിളിക്കുന്നത്. തരിക അവർക്കൊന്നും വേണ്ട. അവരുടെ ഒരു ശിഖരം മുറിച്ചിട്ട് താഴെ കുത്തിയിട്ട് ആ വളവും അതിലൊരു ഫലമായിട്ട് വരും. ഈ തരുക എന്ന് പറയുന്നത് അവർ തരുമ്പോൾ കൊടുക്കുക എന്നതിലേക്ക് നാം നീങ്ങുന്നില്ല. ഇങ്ങോട്ട് വാങ്ങും, കൊടുക്കില്ല. ബുദ്ധൻ പറഞ്ഞു, ദാനം കൊടുക്കത്തക്ക വിധമുള്ള ധനം എന്നല്ല ചോദ്യം. നല്ല മനസ്സൊരു ദാനമാണ്. അത് നന്നായി വരട്ടെ, അവർക്ക് ഗുണമുണ്ടാവട്ടെ, അവരുടെ സൂക്കട് മാറട്ടെ. ഇതൊക്കെ ദാനത്തിന്റെ പട്ടികയിൽ വരും. എന്തെല്ലാം കാര്യങ്ങൾ നാം ഈ വലത് കൈകൊണ്ട് ചെയ്യുന്നു. ഒരിടത്തിരുന്നിട്ട് ഇടത് കൈകൊണ്ട് വലത് കൈയോട് ഒന്ന് സ്നേഹം കാണിച്ചാൽ എത്ര പേര് കാണിക്കാറുണ്ട്? പാവം ഇടത് കയ്യെ നീ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്നു, സഹായിച്ചൂടെ? ഓരോ അവയവവും നമ്മുടെ സ്നേഹം തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് വയസ്സായ പലരും വൈകുന്നേരം മേല് മുഴുവൻ തൈലം പുരട്ടിയിരിക്കുന്നതാണ്. അവിടെ തൈലം പുരട്ടിയിരിക്കുക എന്ന് പറയുമ്പോൾ അവനവന്റെ ശരീരത്തിലേക്കുള്ള സ്നേഹം ഈ വ്യക്തി ദാനമായിട്ട് കൊടുക്കുക. തൈലൊക്കെ പുരട്ടി കുറച്ചു നേരം ഇരുന്ന് പിന്നീട് കുളിക്കുമ്പോൾ ഒരു ഉഷാറ് കിട്ടും. കുട്ടിയെടുത്ത് താലോലിക്കുമ്പോഴോ വാ മോളെ കൊണ്ട് മടിയിലിരുന്നു. ആ മടിയിലിരിക്കുമ്പോ കുട്ടി അനുഭവിക്കുന്ന സുഖം എത്ര വലുതാണ്! അത്ര വലിയ സുഖമാണ് ആ കുട്ടി അനുഭവിക്കുന്നത്. സ്നേഹത്തെ ദാനമായിട്ട് കൊടുക്കുക. ബുദ്ധൻ പറഞ്ഞു, അതിലും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ചെയ്യും. വലത് കയ്യിൽ നിന്ന് കൊടുക്കുക. നമുക്കിഷ്ടമുള്ളത് ഇടത് കൈ കൊണ്ട് കൊടുത്ത് വലത് കയ്യിൽ കൊടുക്കുക. നീ എടുത്തോ, വളരെ ഗുണമുണ്ടെന്ന് പറയും. മാങ്ങ വലിയ ഇഷ്ടമാണോ? ആണ്. പഴുത്ത മാങ്ങ അവിടുന്ന് എടുക്കുക, ഇടത്ത് കൈ കൊണ്ട് വലത്തെ കയ്യിൽ കൊടുക്കുക. കൊടുത്തോട്ടോ, വലത്തെ കയ്യിൽ വലിയ സന്തോഷം. അവിടെ ഇരിക്കുന്ന പേരൊക്കെ എടുത്തു വലത്തെ കയ്യിന് കൊടുത്തു. വലത്തെ കയ്യിന് വലിയ ഇഷ്ടമായി. ഇടത് കൈ കൊണ്ട് വലത്തെ കയ്യിന് കൊടുക്കുക.
വേറൊരു വസ്തുക്കൾ എടുത്തിട്ട് വലത്തെ കൈകൊണ്ട് ഇടത്ത് കൈയിന് കൊടുക്കുക. ഒരു കുട്ടി തിന്നോളൂ പറഞ്ഞിട്ട് അങ്കിള് തിന്നോളൂ പറഞ്ഞിട്ട് മിഠായി തിന്നു. അതങ്ങനെ എടുത്തു. എന്നാ ആൾക്കാണ് ഒന്നു കൈകൊണ്ട് ചേർത്ത് കുടിച്ചു. ക്രമേണ ക്രമേണ ആദ്യം ശരീരത്തിൽ തുടങ്ങി, പിന്നീട് കൈകൾ കൊണ്ട് മാറ്റി, പിന്നീട് നമുക്ക് വേണ്ടപ്പെട്ട വ്യക്തിക്ക് ദാനമായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് നീ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുക്കണം. അത് ദാനത്തിന്റെ ഒരു പട്ടികയാണ്. കുട്ടി ഇഷ്ടം പോലെയൊക്കെ ആഹാരം കഴിച്ചാൽ അച്ഛൻ വാ മോളെ എന്നോട് അടുത്തേക്ക് വിളിച്ചു, മോൾ ഇതും കൂടി തിന്നോ എന്ന് പറഞ്ഞു കൊടുത്തു. അത് ദാനത്തിന്റെ പട്ടികയിൽ വരും. ആ മാനസികാവസ്ഥ സൗന്ദര്യം ഉണ്ടാക്കും. സൗന്ദര്യം ഉണ്ടെന്ന് തോന്നുന്ന പല വ്യക്തികളും നമുക്ക് എന്തോ ദാനമായി തന്നിട്ടുണ്ട്. അവരൊരു നല്ല മനസ്സായിരിക്കാം. ഈ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ 4.5 മണിക്കൂർ മേക്കപ്പ് ചെയ്തിട്ട് അതിനെയല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ആർട്ടിസ്റ്റുമാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടാവും. അതല്ലാത്ത വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് ചിരിക്കണമെന്നോ സൗന്ദര്യം തോന്നുമ്പോൾ എന്തോ ഒരു നല്ല മനസ്സോ ഒരു പ്രാർത്ഥനയോ എന്തോ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ഭംഗിയില്ലാത്ത ഒരാളുണ്ട്, ആർക്കും ഒന്നും കൊടുക്കില്ല. ദാനം എന്നാൽ കേട്ടിട്ടേ ഇല്ല. അങ്ങനെ കണ്ടമാനം സമ്പത്ത് ഉണ്ടാക്കി. 40 ഏക്കറായിട്ടാണ് തെങ്ങും തോപ്പ്. ആ തെങ്ങും തോപ്പൊക്കെ ഉള്ള ആള് ഒരു ദിവസം ഏതോ വൈദ്യര് എന്തോ ഇയാളുടെ അസുഖത്തിന് ചികിത്സിക്കാൻ വന്നപ്പോ പറഞ്ഞു, ഒരിളനീര് ഈ ഗുളിക കഴിക്കണം. ആള് ചത്തുപോകുന്നത് തീർച്ചയായപ്പോ ഒരിളനീര് ഇതുവരെ കുടിച്ചിട്ടില്ല. അത്രയും മുതല് നഷ്ടല്ലേ. അവനവന്റെ കാര്യത്തിന് വേറെ ആൾക്കൊരു ഇളനീര് കൊടുക്കില്ല. ഒടുവിൽ ഗുളിക കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇളനീര് വെട്ടി കുടിച്ചപ്പോ ഇയാള് പറയുന്നുണ്ട്, ചക്കടല്ലോ നല്ല മധുരമുണ്ടല്ലോ, ആലോചിച്ച് ഇതുവരെ ഇല്ല, ഞാൻ ഇതുവരെ അങ്ങനെ ഇളനീര് കഴിച്ചിട്ടില്ല. കാരണം തെങ്ങും തോപ്പുണ്ടെങ്കിലും മുതലുണ്ടെങ്കിലും ഒരാൾക്ക് കൊടുക്കൂല. അവസാനം പൈസ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചു. പണം ഉണ്ടാക്കി വെച്ച് ഒടുവില് മരിക്കും തീർച്ചയായും. ഭാര്യയുണ്ട്, ഒരു മകനുണ്ട്. മകന് ഒന്നും കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന ആൾക്ക് കിട്ടിയത് അത് ചത്തു പോകുമ്പോ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് കിട്ടുന്നതാ. അവര് പറയും, മക്കളെ അപ്പച്ചൻ ആർക്കും ഒന്നും കൊടുക്കില്ല, എന്നാലും നല്ല മനസ്സായിരുന്നു. വെറുതെ പറയാ, അപ്പച്ചന്റെ മനസ്സ് നല്ല മനസ്സായിരുന്നു, വെറുതെ പറയുന്നത്. ചത്തു പോകുമ്പോ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇടയ്ക്ക് ഞാൻ തമാശ പറയാറുണ്ട്, കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഇവിടെ ആരും ഒന്നും വെച്ചു പോവില്ല. ഉള്ളത് തുറന്നു പറയാലോ. ഞാനും ഒന്ന് പുനരാലോചിക്കും. കൊണ്ടുപോകാൻ പറ്റുന്ന വല്ല നിയമവും ഭേദഗതി വന്നാൽ ഇവിടെ എന്തൊക്കെ വെക്കണമെന്നേ ചിന്തിക്കുള്ളൂ. ഇതാണ് മനുഷ്യന്റെ മനസ്സ്. സ്വർണനാരായണനെ ഉണ്ടാക്കി സൂക്ഷിച്ചു. അങ്ങനെ ഇരിക്കെ അതും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വന്നപ്പോ ആരോ കാത് പറഞ്ഞെടുത്തു, ഒരെണ്ണം വിഴുകിക്കോളും. ഒരു സ്വർണനാരായണൻ വിഴുകി, ബാക്കി നിവൃത്തിയില്ല. അതെങ്കിലും പരലോകത്തേക്ക് കൊണ്ടുപോകാമല്ലോ എന്ന് ഇയാൾ എന്ത് ചെയ്തിട്ട് ഒരു നാണയം വിഴുകി, ആള് മരിച്ചു. ഡെഡ് ബോഡി എടുക്കാൻ വരുന്ന സമയത്ത് സ്വർണ്ണനാണയങ്ങളൊക്കെ മകനുള്ളതാണ്. മകൻ പറഞ്ഞു, അച്ഛൻ ഇതൊക്കെ പറഞ്ഞാൽ ഉള്ളു ശുദ്ധമായിരുന്നു, കാരണം ഇതൊക്കെ മകനുള്ളതാണ്. ആരോ പറഞ്ഞു ഒരു നാണയം വിഴുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായി.
കൊടക്കമ്പി എടുത്തു, കൊടയുടെ കമ്പി ചങ്കിലിട്ട് കുത്തിയിട്ട് ഈ ചത്തു പോണതിനടിക്ക് കൊടക്കമ്പി കൊണ്ട് കുത്തുകൊള്ളാൻ യോഗമുണ്ട്. ചങ്കില് കുത്തിയിട്ട് അതും കൂടി എടുത്തു. അരണ്ടുപന ശവശരീരത്തിന്റെ കുളം കൊണ്ട വെച്ചിട്ട് കാര്യമില്ലാതെ വേസ്റ്റാണ്. മകൻ പറയാ, ഇത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. കൊടക്കമ്പി കൊണ്ട് കുത്തും. ദാനം സൗന്ദര്യം ഉണ്ടാക്കുന്നു എന്നാണ്. മുഴുവൻ സ്വർണ്ണ നാണയം കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, ദാനമായി കിട്ടിയതാണ് ഈ ശരീരം. ഈ ദാനത്തിന്റെ പ്രാധാന്യം അറിയുന്നവര് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രയോജനമുണ്ടാകും. അത് സൗന്ദര്യമായി മാറും. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംവദിക്കുന്നു.